ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ജനകീയ സമിതി സർക്കാരിനെതിരെ സമരത്തിലേക്ക്. ദുരന്തം നടന്ന് 7 മാസമായിട്ടും ഗുണഭോക്താക്കളുടെ പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിടാൻ വൈകുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. ജനകീയ സമിതിയും പഞ്ചായത്തും ചേർന്ന് പട്ടിക സർക്കാരിന് സമർപ്പിച്ചതാണെന്നും ഇത് പരിശോധിച്ച ശേഷം അംഗീകരിച്ചാൽ മതിയാകുമെന്നും സമരസമിതി ചെയർമാൻ മനോജ് പറഞ്ഞു. ഞങ്ങൾ സമരം തീരുമാനിച്ചത് ഇപ്പോൾ നമുക്കറിയാം, ഉരുൾപൊട്ടിയിട്ട് 7 മാസത്തോളമായി. 7 മാസത്തോളമായിട്ട് ഇതുപോലെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. കാരണം ഈ ഫുള്ളി വാഷൗട്ടായ വീടുകളുടെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ഏത് സാഹചര്യത്തിലും അത് വരുന്നുള്ളത്, അവർക്ക് വീട് കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ മത്തായി സാർ ലൈനിൻ്റെ അകത്തുള്ളതും അതിൻ്റെ അപ്പുറത്ത് പുറത്തുള്ള കുറച്ച് ആശങ്കയുള്ള വീടുകളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങളൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇതുവരെ ചെയ്തില്ല. അതിൻ്റെ ഒരു ആശങ്കയും അതോടൊപ്പം തന്നെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെൻറ്റ് ഭൂമിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അത് 10 സെൻറ്റ് ആക്കണമെന്ന് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനും ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഈ മെയിൻ ആവശ്യങ്ങളാണ് നമ്മൾ സർക്കാർ മുമ്പിലേക്ക് വെക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭൂമി 2 ഭൂമിയും ഒരേപോലെ ഏറ്റെടുത്തുകൊണ്ട് 2 ഭൂമിയിൽ 2 ടൗൺഷിപ്പ് എന്ന നേരത്തെ പ്രഖ്യാപിച്ച കാര്യം അതുപോലെ നടപ്പിലാക്കണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നത്. വീട് ലഭിക്കുന്ന കാര്യത്തിൽ പലർക്കും ആശങ്ക നിലനിൽക്കുന്നു. നെടുമ്പാല എസ്റ്റേറ്റിലേതുപോലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും 10 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആദ്യഘട്ട സമരം എന്ന നിലയിൽ കളക്ടറേറ്റിന് മുന്നിൽ തിങ്കളാഴ്ച ദുരന്തബാധിതരുടെ ഉപവാസം ആരംഭിക്കുമെന്നും സമരസമിതി വ്യക്തമാക്കി.